പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾക്ക് തന്നെ ആവശ്യമുള്ളതാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞ എന്ന് തോന്നുന്നവയ്ക്ക് അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ മാനം ഉള്ള അവയവങ്ങളുണ്ട്, മാനം ഇല്ലാത്ത അവയവങ്ങളുണ്ട്. അഴകുള്ള അവയവങ്ങളുണ്ട്, അഴക് കുറഞ്ഞ അവയവങ്ങളുണ്ട്. അപ്പോൾ നമ്മിൽ അഴക് കുറയുമ്പോഴെന്ന് സംഭവിക്കുക വെച്ചാൽ നമ്മൾ അഴക് വരുത്തും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലെ പല ക്രീമുകളും പല ആഭരണങ്ങളും ഒക്കെ നമ്മൾ ധരിക്കാൻ കാരണം നമ്മുടെ മാനം കുറഞ്ഞവയെന്ന് നമുക്ക് തോന്നുന്നവയെ മാനം വരുത്താൻ വേണ്ടിയാണ് നമ്മളതിനെ അണിയിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനം കുറഞ്ഞ തോന്നുന്ന വ്യക്തികൾക്ക്, അഴക് കുറഞ്ഞ വ്യക്തികൾക്ക് ദൈവം അഴക് വരുത്തുവാൻ ദൈവത്തിൻ്റെ ഉപയോഗിക്കുന്ന ടൂൾസാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. ആ കൃപാവരങ്ങൾ ദൈവം നിനക്ക് തരുമ്പോൾ എന്ത് സംഭവിക്കറിയോ? മാനമുള്ളവയും അഴകില്ലാത്തതിനെ ശ്രദ്ധിക്കേണ്ടി വരും, ആശ്രയിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ എല്ലാവരെയും തുല്യരാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാൾ ശ്രേഷ്ഠനും ഒരാൾ അയോഗ്യനുമായിട്ടല്ല, കഴിവ് കുറഞ്ഞവന് കഴിവ് കൂടിനായിട്ടല്ല. ദൈവം എല്ലാവരെയും തുല്യരായി കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. വലിപ്പ ചെറുപ്പമില്ലാതെ അഴകില്ലാത്തതിനെ അഴക് വരുത്തി മാനമുള്ളതിനൊപ്പം കർത്താവ് നിർത്തുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാനം വരുത്താൻ പോവുകയാണ്. എവിടെയാണ് നിങ്ങൾ കഴിവില്ലെന്ന് പറഞ്ഞത്, അവിടെ കഴിവുള്ളവരുടെ കൂടെ നിൽക്കത്തക്കവണ്ണം ദൈവം നിനക്ക് കഴിവ് തരും. മാനമില്ലാത്തവരെയാണ് പോയത്, നിനക്ക് അവരുടെ കൂടെ നിൽക്കാൻ തക്കവണ്ണം മാന്യതയുള്ള ജീവിതം കർത്താവ് നിനക്ക് തരും. എവിടെ നിനക്ക് ബലം കുറഞ്ഞു പോയെന്ന് തോന്നുവോ, അവിടെ മറ്റ് ബലമുള്ളവരൊപ്പം നിർത്താൻ ദൈവം നിന്റെ ബലത്തെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. അതിന് ഫിനാൻഷ്യൽ ഏറിയയിലാണെങ്കിലും മാനസിക ഏറിയയിലാണെങ്കിലും ശാരീരികമായ ഏറിയയിലാണെങ്കിലും ശുശ്രൂഷപരമായിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ജ്ഞാനപരമായിട്ടുള്ളതാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ബലം നിന്നെ വരിറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സമയം ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ബലത്തെ വർദ്ധിപ്പിക്കുകയാണ്, ബലത്തെ വർദ്ധിപ്പിക്കുകയാണ്. എന്നെ റിസീവ് ചെയ്ത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചാണ് വലിയ മാറ്റങ്ങൾ ധരിച്ച് നടക്കാൻ പോകുകയാണ്. ദൈവം ചിലതിനെ മാനം വരുത്താൻ പോകുന്നു, അഴക് വരുത്താൻ പോകുന്നു. അനേകരൊപ്പം എന്നെ തുല്യരായിട്ട് ഇരുത്താൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പിതാവേ, അനുചിന്ന കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് അനുഗ്രഹിച്ചാട്ടെ. ഈ ശബ്ദങ്ങൾക്ക് നല്ല കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, പ്രേരണപ്പെടുത്തണമേ. യേശുവിനാഥൻ്റെ പിതാവേ, ആമേൻ. സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമെങ്കിൽ അത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ദൈവനാഥൻ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ആദരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.